ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് സ്ട്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ എല്ലാ തിങ്കളാഴ്ചകളിലും പഠിക്കാറുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ SCERT പാഠപുസ്തകമാണ്. നമ്മൾ എല്ലാ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും പറയാറുള്ളതാണ്. എന്താണ് SCERT പാഠപുസ്തകം എന്ന് പറയുന്നത്? PSC പരീക്ഷയിൽ നിന്ന് വളരെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാവുന്ന ഒരു മേഖലയാണ് SCERT പാഠപുസ്തകങ്ങൾ. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിക്കവാറും ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററുകളൊക്കെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു വിഷയമായിട്ട് പഠിക്കേണ്ടി വരുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് സോഷ്യൽ സയൻസിന്റെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ആദ്യത്തെ ബുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ അടുത്ത പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ഗാന്ധിയൻ സമരങ്ങളെ കുറിച്ച്, പിന്നെ വിപ്ലവകാരികൾ, റവല്യൂഷണറി ടെററിസം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. പിന്നെ ഇന്ത്യ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത്, സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നത് എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പഠിച്ചു നിർത്തി. ഇനി അതിന്റെ തുടർച്ചയാണ് നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുവാൻ പോകുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നുള്ളതാണ് ചാപ്റ്റർ. നമ്മളുടെ PSCയിൽ ഒരു സിലബസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ആദ്യം നമ്മൾ ഇപ്പോ ഈ SCERT പാഠപുസ്തകം പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ പോയിന്റുകൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ചർച്ച ചെയ്ത് പോകുന്നതായിരിക്കും. നോക്കുക, സ്വതന്ത്രാനന്തര ഇന്ത്യ ചാപ്റ്ററിന്റെ പേരാണ് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാകും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും ഒരു കൂമ്പാരമായിരിക്കും. രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണിത്. അതായത് രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ്, അതായത് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ഒരുപാട് കാലമായി അവർ ഭരിക്കുന്നു. പക്ഷെ എന്നും ഒന്നും അവർക്ക് ഇന്ത്യക്കാരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അടിമകളായിട്ട് ഭരിക്കാൻ കഴിയില്ല. ഒരു നാൾ അവർക്ക് ഇന്ത്യയെ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ എങ്ങനെയുള്ള ഇന്ത്യ ആയിരിക്കും അവർ ഉപേക്ഷിക്കുക? അതാണ് പ്രസക്തി. കാരണം അവരെ കൊണ്ട് ഊറ്റാവുന്നതിന്റെ മാക്സിമം ഊറ്റി അദ്ദേഹം ഒരു സാഹിത്യ ഭാഷയിൽ പറയുന്നതാണ് ചെളിയുടെയും അഴുക്കിന്റെയും ഒക്കെ ഒരു കൂമ്പാരമായിരിക്കും എന്ന് പറയുന്നത്. കരിമ്പ് പിഴിഞ്ഞെടുത്ത ചണ്ടി പോലെ ആയിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് മറ്റൊരു രൂപം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ എല്ലാം അവരെന്ത് ചെയ്യും, ഊറ്റിക്കൊണ്ട് പോകും. പിന്നെ ബാക്കിയൊന്നും നമുക്കായിട്ട് എന്ത് ചെയ്യാനില്ല, ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ 1941 നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു നാൾ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ഇന്ത്യ ആയിരിക്കും എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ എന്ന് പറഞ്ഞാലും ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ എങ്ങനെയുള്ള ഇന്ത്യ ആയിരിക്കും, അവര് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് ശേഷം വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ഇന്ത്യ ആയിരിക്കും എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോവുക. കാരണം അവര് നമ്മുടെ സമ്പത്ത് ഇവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോവുകയായിരുന്നു ബ്രിട്ടീഷുകാര്. കാരണം ഇന്ത്യയിൽ അതെന്ത് ചെയ്തിരുന്നില്ല, ആ കാലഘട്ടത്ത് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന പണം ഇന്ത്യയുടെ വികസനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ബ്രിട്ടീഷുകാർ മുടക്കിയിരുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, അവരത് കൊള്ളയടിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഇംഗ്ലണ്ടിലേക്ക് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിബേറ്റിന് പോകുമ്പോൾ ഇംഗ്ലീഷുകാരെ കൊല്ലുന്നത്. ശശി തരൂരിന്റെ ഒരു സ്പീച്ചൊക്കെ ഉണ്ട് കേട്ടോ, രസകരമാണ്. ബ്രിട്ടീഷുകാരെ വലിച്ചു കീറി അവരുടെ നാട്ടിൽ ചെന്നിട്ട് കളിയാക്കി കൊല്ലുന്നത്. നിങ്ങൾ ഞങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടുപോയി, ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം ഇങ്ങനെയൊക്കെ ആയിരുന്നു,
ഞങ്ങൾക്ക് ഇത്രയേറെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ നിങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി, നിങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്തു ഈ പരുവത്തിലാക്കിയതെന്നൊക്കെ പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ ഉണ്ട്, രസകരമാണ്. അപ്പൊ നോക്കുക, സ്വതന്ത്രാന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് സ്വതന്ത്രാന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളി എന്ന് പറയുന്നത് LDCക്ക് എന്താണ് ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് സ്വതന്ത്രാന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണെന്ന് ചോദിച്ചാൽ അതെന്തായിരുന്നു? അത് അഭയാർത്ഥി പ്രവാഹമായിരുന്നു. എന്തായിരുന്നു അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വെറുതെ അങ്ങ് സ്വതന്ത്രം തന്ന് ബ്രിട്ടീഷുകാർ പോവുകയല്ല ചെയ്തത്. മറിച്ച് എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവരെന്ത് ചെയ്തു? മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനങ്ങൾ ഉണ്ടാക്കി 2 രാജ്യങ്ങളാക്കി മാറ്റി, ഇന്ത്യയും പാകിസ്ഥാനും. പിന്നീട് അത് 3 രാജ്യങ്ങളായിട്ട് മാറുന്നുണ്ട്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. അപ്പോ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ്, റാഡ്ക്ലിഫ് ആണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും ഇന്ത്യ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ചും ഇന്ത്യയിൽ എന്താണ് ജനങ്ങളെ കുറിച്ച്, അവരുടെ ജീവിത രീതികളെ കുറിച്ച്, എവിടെയൊക്കെ അവർ താമസിക്കുന്നു എന്നതിനെ കുറിച്ച് ഒന്നും യാതൊരുവിധ ധാരണകളും ഇല്ലാത്ത, അതായത് വിഭജിക്കാൻ മാത്രമായിട്ടാണ് ഈ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആദ്യമായിട്ട് ഇന്ത്യൻ മണ്ണിലേക്ക് കാലെടുത്ത് കുത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് റാഡ്ക്ലിഫിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. ആ മാപ്പ് അനുസരിച്ച് എന്ത് ചെയ്യണം, അത് വിഭജിച്ചു അദ്ദേഹത്തിന് ഇന്ത്യയുടെ എന്താണ് ജനങ്ങളെ കുറിച്ച്, ജനങ്ങൾ എവിടെയൊക്കെയാണ് കൂടുതൽ ആളുകൾ ജീവിക്കുന്നതിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടും ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, റാഡ്ക്ലിഫ് എന്ന് പറയുന്നത്. ഈ റാഡ്ക്ലിഫ് അങ്ങനെ ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഹിന്ദു ഭൂരിപക്ഷ മേഖലകൾ പാകിസ്ഥാന്റെ ഉള്ളിലും മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ എന്താണ് ഈ പറയുന്ന ഇന്ത്യയുടെ ഉള്ളിലുമൊക്കെ ആയി മാറി. സ്വാഭാവികമായിട്ടും 2 രാജ്യങ്ങളായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, അതായത് പാകിസ്ഥാനിൽ കിടക്കുന്ന ഹിന്ദുക്കളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞു. അപ്പൊ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു, അവര് സ്വമേധയാ പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് തയ്യാറായി. പക്ഷേ ഇതിനിടക്ക് വലിയ ഒരു വർഗീയ കലാപം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പുറപ്പെടുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യ അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുഷിതമായിട്ടുള്ള ഒരു കലാപത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ വിഭജിച്ചു പോയി, പക്ഷെ അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചത് നമ്മളായിരുന്നു. അപ്പോ കലാപങ്ങൾ ഉണ്ടായി. ഏകദേശം 2.5 കോടിയോളം ജനങ്ങൾ അഭയാർത്ഥികളായിട്ട് കിട്ടിയതും കയ്യിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യുവാൻ തുടങ്ങി. ഇത് അവസരം മുതലെടുത്തുകൊണ്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടായി. 10 ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ ഈ പറയുന്ന അഭയാർത്ഥി പ്രവാഹത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഭീകരമായിരുന്നു ആ സമയം, അല്ലെങ്കിൽ ആ കലാപങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. 10 ലക്ഷം മനുഷ്യർക്ക് ഏകദേശം ജീവഹാനി സംഭവിച്ചു. പിന്നെ ഈ കലാപങ്ങളുടെ എല്ലാം, ഞാൻ എപ്പോഴും പറയും, യുദ്ധം, കലാപം എന്നിവയുടെ എല്ലാം ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധത്തിന്റെയും കലാപത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത്. അവിടെ അവിടെ നിന്ന് വരുന്ന ഹിന്ദു സ്ത്രീകളെ അവിടെയുള്ള ആളുകൾ, പാകിസ്ഥാനിലുള്ള ആളുകൾ എന്ത് ചെയ്തു, ബലാത്സംഗം ചെയ്തു. പുരുഷന്മാരെ കുട്ടികളെയും കൂട്ടക്കൊല ചെയ്തു. അതായത് പാകിസ്ഥാനിൽ നിന്ന്, ലാഹോറിൽ നിന്ന് വരുന്നൊക്കെ ട്രെയിനിലൊക്കെ കഴുത്തറ്റ ജഡങ്ങൾ മാത്രമാണ് ഇന്ത്യൻ മണ്ണിലേക്ക് വന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തും അവിടെ നിന്ന് അവർ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മോശക്കാരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള സിഖുകാരും ഹിന്ദുക്കളും എന്ത് ചെയ്തു, അവരും കലാപത്തിന്റെ മാർഗമായി മാറി. അവരെന്ത് ചെയ്തു, ഇവിടെ നിന്ന് പോകുന്ന മുസ്ലിങ്ങളെ എന്ത് ചെയ്യുന്നു, അവരെ ആക്രമിക്കുന്നു, കൊല ചെയ്യുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവങ്ങളുടെ ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു ഈ പറയുന്ന അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത്. വളരെ ഭീകരമായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒരു മതം എന്ന് പറയുന്നത് ഒരു ജനതയെ ഒന്നിച്ചിരുന്ന, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് കൈകോർത്ത് സമരം ചെയ്ത ഒരു ജനതയെ മതത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ വിഭജിക്കുകയും ആ മതം കാരണം ഏകദേശം 10 ലക്ഷത്തോളം നമ്മുടെ രാജ്യം രണ്ടായി. പിന്നെ ഏകദേശം 10 ലക്ഷത്തോളം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അഭയാർത്ഥി പ്രവാഹത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. നോക്കുക, അഭയാർത്ഥി പ്രവാഹം. ഇത് നോക്കുക, ഇതിങ്ങനെയൊക്കെയാണ് ജനങ്ങൾ അവിടെ നിന്ന് വരുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈ ചിത്രങ്ങളാണ് കാണുന്നത്.
പിന്നെ ഈ സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ആക്രമിക്കപ്പെടുന്നതിന്റെ പിന്നിലുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എപ്പോഴും എല്ലാ കലാപങ്ങളിലും സ്ത്രീകൾ എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ സ്വത്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ സ്വത്തായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ അവനെ ഹ്യൂമിലേറ്റ് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് കാണുന്നത് അവന്റെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ എന്താണ് അവന്റെ മുന്നിൽ വെച്ച് എന്ത് ചെയ്യുക, അവന്റെ ഭാര്യയെയോ സഹോദരിയെയോ അവരെയൊക്കെ എന്ത് ചെയ്യുക, റേപ്പ് ചെയ്യുക എന്നുള്ളത് എന്താണ്, അവനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു മാർഗമായിട്ട് കൂടി എന്താണ് പറയുന്നു. ഹ്യൂമിലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഈ പറയുന്ന ആളുകൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആ സമയത്ത് എന്ത് ചെയ്യപ്പെടുന്നത്, ആക്രമിക്കപ്പെട്ടത്. അതായത് ഒരാളെ അപമാനിക്കുന്നതിനുള്ള ഏറ്റവും മാക്സിമം ആണ് അവന്റെ എന്താണ് മുന്നിലിട്ട് അവന്റെ ഭാര്യയോ അമ്മയോ പെങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, റേപ്പ് ചെയ്യുക എന്ന് പറയുന്നു. അത് ഇപ്പോ സവർക്കറൊക്കെ പറയുന്നുണ്ട്. സവർക്കർ ഒരു സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം തികഞ്ഞൊരു വർഗീയവാദിയായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ഈ സവർക്കർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പച്ചയായിട്ട് ഈ പറയുന്ന റേപ്പിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എതിരാളികളെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുവരണം, അതിനുശേഷം അവരെ റേപ്പ് ചെയ്യണം. അത് എന്ത് കൺസെപ്റ്റിന്റെ പുറത്താണ് അത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇതാണ് കാരണം. ഒരു പുരുഷനെ അപമാനിക്കാൻ, അല്ലെങ്കിൽ അവന്റെ ഭൂമി കയ്യേറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന്റെ മറ്റൊരു വേർഷനാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകളെ കണക്കാക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കൂടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഒരാളെ ഹ്യൂമിലേറ്റ് ചെയ്യുക, ഒരു പുരുഷനെ ഹ്യൂമിലേറ്റ് ചെയ്യുക, അതാണ് പ്രധാനം. ഒരു പുരുഷനെ ഹ്യൂമിലേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ അതിന് ഏറ്റവും നല്ല മാർഗമായിട്ട് ഈ ആളുകൾ കണക്കാക്കുന്നത് എന്ത് ചെയ്യുന്നതാണ്, ഈ പറയുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് സവർക്കർക്ക് അത് പച്ചക്ക് എഴുതി വെച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക്. അപ്പോ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം. ഈ സവർക്കറിനെ ആരാധിക്കുന്ന പോലെ തന്നെ ഈ ഹിന്ദുത്വവാദികൾ ആരാധിക്കുന്ന മറ്റൊരു കഥാപാത്രമാണ് ശിവജി മഹാരാജ് എന്ന് പറയുന്നത്. പക്ഷെ ശിവജിയും ഈ പറയുന്ന സവർക്കറും ഒരേ തൂവൽപക്ഷികളായിരുന്നില്ല കേട്ടോ. സ്ത്രീകളോട് വളരെയേറെ മാന്യത വെച്ച് പുലർത്തിയിരുന്ന ഒരു രാജാവായിരുന്നു ശിവജി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരേക്ക് സമരങ്ങൾ നയിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് വിപ്ലവ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നടത്തി, അതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചൊക്കെ വ്യക്തിയാണ്. പക്ഷെ ഇടക്കാലത്ത് വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഹിന്ദു തീവ്രദേശീയതയിലേക്ക് മാറുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചുവിടുകയും ഒക്കെയാണ് ഉണ്ടായത്. അപ്പൊ നോക്കാം, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലും വർഗീയ ലഹളകൾ നടന്നു. കൽക്കത്ത, ബീഹാർ, നവാഗലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിൽ കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു. ഡൽഹിയിലൊക്കെ പറയുന്നത് പട്ടാളക്കാർക്കും പോലീസുകാർക്കൊപ്പം നിന്ന് ജവഹർലാൽ നെഹ്റു വടിയെടുത്ത് ലാത്തിചാർജ് നടത്തേണ്ട സ്ഥിതിവിശേഷം പോലും ഡൽഹിയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാൽവണ്ടിയിലുമാണ് 10 ദശലക്ഷം അഭയാർത്ഥികൾ എന്ത് ചെയ്തു, സഞ്ചരിച്ചു. സ്വതന്ത്രാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലും പുനരധിവാസ നടപടികളും അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കുവാനായിട്ട് കഴിഞ്ഞു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? ഗാന്ധിജിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. എവിടെയും ഇരുട്ട്, നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗത്ത് വെച്ച് നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റു മരിച്ചു. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തര ഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അതിന് കാരണം
രണ്ട് സ്ഥലത്തും കലാപങ്ങൾ നടന്നു. പാകിസ്ഥാനിൽ അതിനെ പ്രതിരോധിക്കുവാൻ ഒരു നേതാക്കന്മാരും മുന്നോട്ട് വന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിൽ കലാപങ്ങൾ നടന്നു. പക്ഷേ നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുവാനായിട്ട് ആ വൃദ്ധൻ, അതായത് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസാ മാർഗത്തിലൂടെ സമരം നേടിത്തന്ന ആ മനുഷ്യൻ മഹാത്മാഗാന്ധി, അദ്ദേഹം തെരുവുകളിലേക്ക് ഇറങ്ങി. അദ്ദേഹം കൊൽക്കത്തയുടെ തെരുവുകളിലേക്ക് ഇറങ്ങി. പല ഗ്രാമങ്ങളിലും ചെന്ന് അദ്ദേഹം മുസ്ലിങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിൽ അദ്ദേഹം രാത്രി ചെന്ന് കിടന്നു. അദ്ദേഹം ഉള്ളപ്പോൾ ആക്രമിക്കില്ല എന്ന് അദ്ദേഹത്തിന് എന്തായിരുന്നു? ഉറപ്പായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ഇടപെടൽ മഹാത്മാഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് 1947 ഓഗസ്റ്റ് 15 നമ്മൾ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുമ്പോൾ മഹാത്മാഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് കേട്ടോ അത്. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയുടെ പതാക ഉയർത്തുമ്പോൾ മഹാത്മാഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം നവാദാലിയിലായിരുന്നു. അതായത് പശ്ചിമ ബംഗാളിലുള്ള ഒരു സ്ഥലത്ത് കലാപം നടന്ന് അവിടെ കലാപം നടക്കുന്നത് തടയുവാനായിട്ട് മഹാത്മാഗാന്ധി അവിടെയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കിന് വലിയ വിലയും എന്ത് ചെയ്തിരുന്നു? ജനങ്ങൾ കൊടുത്തിരുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിലും, പല കലാപങ്ങൾ നടന്ന സ്ഥലങ്ങളിലും എന്ത് ചെയ്തു? അദ്ദേഹം സഞ്ചരിച്ചു, ആളുകളുമായിട്ട് സംസാരിച്ചു, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂട്ടിയിരുത്തിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തി. സ്വാഭാവികമായിട്ടും അതിതീവ്രമായിട്ടുള്ള ഹിന്ദുത്വ ആശയങ്ങൾ പറയുന്ന ചില ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടമായില്ല. അവർ പറഞ്ഞത് പാകിസ്ഥാൻ വിഭജിച്ചു കൊടുത്തു, പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, അപ്പൊ പകരമായിട്ട് ഇന്ത്യയിലും ആക്രമിക്കപ്പെടണം. പക്ഷേ ഈ മനുഷ്യൻ അതിനൊരു തടയാണ്. ഈ മനുഷ്യൻ അവിടെ ഇറങ്ങി നടന്ന് അത്തരം പ്രവർത്തനങ്ങളെ തടയുകയാണ് എന്ന് മനസ്സിലാക്കി അവർ എന്തു ചെയ്തു? അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുകയും 1948 ജനുവരി 30 നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുടെ വെടിയേറ്റ് ആര് കൊല്ലപ്പെടുന്നു? മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതിലുള്ള ഒരു വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന രണ്ട് വ്യക്തികളും, അതായത് കൊല്ലപ്പെട്ട മഹാത്മാഗാന്ധിയും തന്നെ വിശേഷിപ്പിക്കുന്നത് ഞാനൊരു സനാതന ധർമ്മിയായിട്ടുള്ള ഹിന്ദുവാണ് എന്നാണ്. മഹാത്മാഗാന്ധി അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാനൊരു സനാതന ധർമ്മിയായിട്ടുള്ള ഹിന്ദുവാണ് എന്നാണ്. നാഥൂറാം വിനായക് ഗോഡ്സെയുടെ അവസാനം അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് തൂക്കിക്കൊല്ലുന്നത് ഈ ഗോഡ്സെയാണ്. ഈ നാഥൂറാം വിനായക് ഗോഡ്സെയുടെ അദ്ദേഹത്തിന്റെ തൂക്കിക്കൊല്ലലിന് മുമ്പ് അദ്ദേഹം ഒരു ലെറ്റർ എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്ക്. അദ്ദേഹം ആ ലെറ്റർ അവസാനിപ്പിക്കും. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: എന്തുകൊണ്ട് ഞാൻ ഗാന്ധിജിയെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു, എന്റെ ഭാഗം ഇതാണ്. ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ ആരോപണങ്ങളാണ് ഈ വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി ഗാന്ധിജിക്കെതിരായിട്ട് ഉന്നയിക്കുന്നത്. ആ ലെറ്ററിന്റെ അവസാനം ഈ പറയുന്ന നാഥൂറാം വിനായക് ഗോഡ്സെ ഒപ്പിടുന്നത് സനാതന ധർമ്മിയായിട്ടുള്ള ഹിന്ദു എന്നുള്ള നിലക്കാണ്. രണ്ടുപേരെയും വിശേഷിപ്പിക്കുന്നത് സനാതന ധർമ്മികളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടാണ്. ഇതിൽ ഏത് ഹിന്ദുവിന്റെ സനാതന ധർമ്മമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. നമുക്ക് ഗോഡ്സെ വേണോ ഗാന്ധിജി വേണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം നമുക്ക് തന്നെയാണ്. നമുക്ക് രണ്ടുപേരിൽ ആരെ വേണമെങ്കിലും സ്വീകരിക്കാം. ഇപ്പൊ കൂടുതൽ ഫാൻസ് അസോസിയേഷൻ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഗോഡ്സെക്കാണ്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് വളരെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അത്ര വലിയൊരു അത്ഭുതമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ. സത്യസന്ധമായിട്ടുള്ള വസ്തുതയാണ്. ഗാന്ധിജിയെ കൊന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനസഞ്ചയം ഇന്നും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ ഗോഡ്സെക്ക് അമ്പലങ്ങൾ പണിയുകയും ഗോഡ്സെയെ വീരപുരുഷനായിട്ട് ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള അംഗങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിലുണ്ടാകണം കേട്ടോ. ഇതൊക്കെ ഇതിൽ നിങ്ങൾക്ക് ആരാകണം, ആരുടെ മാർഗമാണ് ശരി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം കേട്ടോ, സ്വയം ചോദിക്കണം. ഇതിൽ ഏതാണ് ശരി? രണ്ടുപേരെയും വിശേഷിപ്പിച്ചത് സനാതന ധർമ്മിയായിട്ടുള്ള ഹിന്ദു എന്നാണ്. ഗാന്ധിജിയും വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അദ്ദേഹത്തെ കൊന്ന ഗോഡ്സെയും വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. സനാതന ധർമ്മിയായിട്ടുള്ള ഹിന്ദുവാണ് ഞാൻ എന്നാണ്. അതിൽ ഏത് സനാതന ധർമ്മമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചൂസ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നെയാണ്. ഗാന്ധിജിയുടെ ആണെങ്കിൽ കുറച്ചുകൂടി രാജ്യം മുന്നോട്ട് പോകും, നമ്മൾ മുന്നോട്ട് പോകും. ഗോഡ്സെയുടെ ആണെങ്കിൽ രാജ്യം കുറച്ചൊക്കെ മുന്നോട്ട് പോകും, നമ്മളുടെ അവസ്ഥ എന്തു പറഞ്ഞാലും ശോചനീയമായിരിക്കും. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട കേട്ടോ. അപ്പൊ നോക്കുക,
ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് എന്താണ്, സർവ്വതും നഷ്ടപ്പെട്ടു, പലായനം ചെയ്തു, അഭയാർത്ഥികളായിട്ട് മാറി, ഗാന്ധിജി കൊല്ലപ്പെട്ടു. അപ്പോ അവിടെ ഏകദേശം എന്താണ്, ഒന്നാമത്തെ പ്രശ്നമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം എന്നുള്ളത് അവിടെ അവസാനിക്കുകയാണ്. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അടുത്ത എന്താണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ് അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ത്യ നേരിട്ട അടുത്ത വെല്ലുവിളി, ഒന്നാമത്തെ വെല്ലുവിളി എന്തായിരുന്നു, അഭയാർത്ഥി പ്രവാഹമായിരുന്നുവെങ്കിൽ ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഏകദേശം 560ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കണം. അതായത് പറയുന്നത്, നമ്മളൊരു ചൂട്ട് കത്തിപ്പിടിച്ച് ഒരു സ്ഥലത്ത് കൂടി നടന്നാൽ ആ ചൂട്ട് തീരുമ്പോൾ അടുത്ത രാജ്യത്തെത്തും എന്നാണ് പറയുന്നത്. അത്രത്തോളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇവയൊക്കെ എന്ത് ചെയ്യണം, ഏകീകരിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇന്ത്യ നേരിട്ട, സ്വതന്ത്രാനന്തരം ഇന്ത്യ നേരിട്ട രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് എന്തായിരുന്നു, അത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായിരുന്നു. ഒന്നാമത്തെ വെല്ലുവിളി എന്തായിരുന്നു, അത് അഭയാർത്ഥി പ്രവാഹമായിരുന്നു. രണ്ടാമത്തെ വെല്ലുവിളി എന്തായിരുന്നു, രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. പിന്നെ ഞാൻ എല്ലാ ക്ലാസ് എടുക്കുമ്പോഴും പറയാറുള്ളതാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് പറയും. പുതിയ ആളുകൾ ഉള്ളതുകൊണ്ടാണ്, പഴയ ആളുകൾക്ക് അറിയാം. ഞാൻ എടുക്കുമ്പോൾ ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് പറയും. അതിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം നിങ്ങൾ കേൾക്കുക, ഇല്ലാത്ത എന്റെ സ്റ്റേറ്റ്മെന്റുകളെ ഈ ചവിട്ടിലൂടെ കേട്ട് ഈ ചവിട്ടിലൂടെ കളയുക. അതൊരു വിവാദമാക്കുകയോ ഒരു കോൺട്രവേഴ്സി ആക്കുകയോ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുകയോ ഒന്നും ചെയ്യരുത്. എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാണ്ടല്ല, പക്ഷെ അത് പഠനമാണ് നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. പൊളിറ്റിക്സ് നിലവിൽ രാഷ്ട്രീയമല്ല, പക്ഷെ രാഷ്ട്രീയ ബോധം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പുറത്തെ ചെവി കൂടി അത് കളയുക, നിങ്ങളത് മൈൻഡ് ചെയ്യുക വേണ്ട. അയാൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു, അയാളുടെ എന്തൊക്കെയോ പറഞ്ഞു, അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല എന്നുള്ള രീതിയിൽ അത് വിട്ട് കളയുക കേട്ടോ. അപ്പൊ അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന 600ഓളം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന സ്ഥലങ്ങൾ എന്താണ്, ഇപ്പൊ ബംഗാള്, മദ്രാസ്, പ്രൊവിൻസ് എന്നാണ്, പ്രവിശ്യകൾ എന്നാണ് പറയുന്നത്. മദ്രാസ് പ്രൊവിൻസ്, അങ്ങനെയുള്ള പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ്, അങ്ങനെയുള്ള പ്രൊവിൻസുകൾക്ക് പുറമെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്താത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഈ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ, കേരളത്തിൽ മലബാർ എന്തായിരുന്നു, ബ്രിട്ടീഷ് പ്രൊവിൻസ് ആയിരുന്നു. മദ്രാസ് പ്രൊവിൻസിന്റെ കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാർ അവിടെ നേരിട്ടാണ് ഭരണം നടത്തുന്നത്. എന്നാൽ തിരുവനന്തപുരം അങ്ങനെയല്ലായിരുന്നു. തിരുവനന്തപുരം എന്ന് പറയുന്നത് അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. പക്ഷേ ഈ പറയുന്ന രാജാക്കന്മാർ ആരുടേതായിരിക്കും, ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെട്ട് ഭരിക്കുന്ന ആളുകളായിരിക്കും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കില്ല, അവിടുത്തെ ഭരണാധികാരി വേറെ ആളായിരിക്കും. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഒരു നിയന്ത്രണം ആ രാജഭരണത്തിന് മുകളിൽ ഉണ്ടാകും. അപ്പോ അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയപ്പോ അവര് ഈ നാട്ടുരാജ്യങ്ങൾക്ക് കൊടുത്ത ഒരു അവസരം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാന്റെ ഭാഗമാകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാം. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് നാട്ടുരാജ്യങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകിയത്. ഒന്ന്, നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാം. 2, പാകിസ്ഥാന്റെ ഭാഗമാകാം. 3 സ്വതന്ത്രമായിട്ട് നിലനിൽക്കാം. നോക്കുക, നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം, സ്വതന്ത്രമായിട്ട് നിലനിൽക്കുവാനുള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് എന്ത് ചെയ്യുക, ലയിപ്പിക്കുക എന്നുള്ളത്. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്തു? ഒരു മലയാളിയെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് VP മേനോൻ എന്ന് പറയുന്നത്. VP മേനോൻ. അപ്പൊ 2 പേരുകൾ നമ്മൾ അവിടെ പഠിക്കുകയാണ്. ഒന്ന് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, രണ്ടാമത് VP മേനോൻ. ഈ 2 വ്യക്തികളുടെ വളരെ കർക്കശപരവും ബുദ്ധിപൂർവപരമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിന് എന്ത് എന്ന് വിളിക്കുന്നത്?
എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ വിളിക്കുന്നത് എന്താണ്? നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളൊക്കെ ഉറങ്ങിയാണോ ക്ലാസ്സിൽ നിന്ന്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ശരിക്കും ഉരുക്കു മനുഷ്യൻ, ലോകത്ത് ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ലോകത്തിൽ ഉരുക്കു മനുഷ്യൻ എന്ന അയൺ മാൻ, ലോകത്ത് ആദ്യമായിട്ടൊരു വ്യക്തി അങ്ങനെ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉരുക്കു മനുഷ്യൻ. മഹാത്മാഗാന്ധിയാണോ? ബിസ്മാർക്കിനെയാണ്. ബിസ്മാർക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു? ബിസ്മാർക്ക് ജർമ്മനിയെ ഏകീകരിച്ച ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അയൺ മാൻ എന്ന് ബിസ്മാർക്കിനെ വിളിച്ചത്. ഉരുക്കു മനുഷ്യൻ എന്നെന്താണ് വിളിച്ചത്? ബിസ്മാർക്കിനെ വിളിച്ചത് ജർമ്മനിയുടെ ഏകീകരണത്തിന് വലിയ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ബിസ്മാർക്ക്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏകീകരണത്തിന് വലിയ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു പട്ടേൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ബിസ്മാർക്ക്, അയൺ മാൻ എന്നൊക്കെ വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും BP മേനോനും ചേർന്ന് എന്തുണ്ടാക്കി? ഒരു ലയന കരാർ ഉണ്ടാക്കി. ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്നാണ് അതിന് പറയുന്നത്. അതനുസരിച്ച് എന്ത് ചെയ്യണം? ഈ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ താല്പര്യമുള്ള നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണം? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, ഈ 3 കാര്യങ്ങളുടെയും നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കണം. എന്താണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ, ഒരു ലയന കരാർ ഉണ്ടാക്കി. ഈ ലയന കരാർ പ്രകാരം ഒരു നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, ഈ 3 വകുപ്പുകൾ എന്ത് ചെയ്യണം? ഇവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. അപ്പോ ഈ സമയത്ത് തന്നെ പല നാട്ടുരാജ്യങ്ങൾക്കും ചേരാനൊന്നും താല്പര്യമില്ല. രാജാക്കന്മാർക്ക് അവരുടെ അധികാരങ്ങൾ വിട്ടുകൊടുക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ നാട്ടിൽ ജനകീയ സമരങ്ങൾ ഉണ്ടായി. ജനകീയ പ്രതിഷേധങ്ങളും എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ എന്താണ് പ്രായോഗിക സമീപനവും മൂലം എന്താണ് ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഈ ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. അപ്പോ നമ്മൾ പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കുവാനായിരുന്നു താല്പര്യം. അവർക്ക് എന്താണ് ആ രാജഭരണമൊന്നും വിട്ടുകൊടുക്കുവാനായിട്ട് വലിയ താല്പര്യമൊന്നും തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ആർക്കും തന്നെ എന്താണ് ഉണ്ടായില്ല. അവർ ഒരുപാട് ഡിമാൻഡുകളാണ് അന്ന് BP മേനോൻ വന്ന് ചർച്ച ചെയ്യുമ്പോൾ വെക്കുന്നത്. BP മേനോനോട് പറയുന്നുണ്ട് എന്താണ്, അതായത് നമ്മളെ ഗവർണർ പോലെയുള്ള ഒരു പോസ്റ്റ് ഉണ്ട്, അത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ടാക്കണം. ആ പോസ്റ്റ് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നുള്ള ഒരാൾക്ക് തന്നെ എന്താണ് കൊടുക്കണം. അങ്ങനെയുള്ള കുറെ ഇതൊക്കെ BP മേനോൻ എടുത്ത് ഇവർ വെക്കുന്നുണ്ട്. പക്ഷെ BP മേനോൻ പറഞ്ഞു ഇതൊരു ജനാധിപത്യ രാജ്യമായി മാറിക്കഴിഞ്ഞു, ഇനി ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആവശ്യകതകൾക്ക് എന്തില്ല, പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് BP മേനോൻ എന്താണ് ആദ്യഘട്ടത്തിൽ തിരിച്ചു പോവുകയാണ്. അതിൽ കുറച്ചുകൂടി ഭേദം കൊച്ചിയിലെ പരിഷത്ത് രാജാവായിരുന്നു. അദ്ദേഹം ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം കാലഘട്ടത്തിന്റെ മാറ്റം മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആകെ ആവശ്യപ്പെട്ടത് എന്താണ്? അദ്ദേഹത്തിന്റെ പ്രസ്സിലടിക്കുന്ന ഒരു പഞ്ചവടിയുണ്ട്, അത് മാത്രം വർഷാവർഷം അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് മാത്രമേ അദ്ദേഹം എന്ത് ചെയ്തുള്ളൂ, ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹം കാലഘട്ടത്തിന്റെ മാറ്റം എന്താണ് മനസ്സിലാക്കി മാറിയ രാജാവായിരുന്നു കൊച്ചിയിലെ പരിഷത്ത് തമ്പുരാൻ എന്ന് പറയുന്നത്. അദ്ദേഹം യാതൊരു ഡിമാൻഡുകളും വെക്കാതെയാണ് അദ്ദേഹത്തിന്റെ രാജ്യം ഇന്ത്യൻ യൂണിയനോട് ചേർക്കുന്നത്. പക്ഷെ തിരുവിതാംകൂർ രാജവംശം അങ്ങനെയായിരുന്നില്ല. അവർ ഒരുപാട് ഡിമാൻഡ് വെച്ച്, പക്ഷെ ഇതൊന്നും എന്താണ് പ്രാവർത്തികമാക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് BP മേനോൻ ആദ്യം തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് പിന്നീട് എന്താണ് ഇവിടെ കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ തിരുവിതാംകൂറിൽ ഉണ്ടാകുന്നു. അങ്ങനെ ആ പ്രക്ഷോഭങ്ങളെ ഭയന്നുകൊണ്ടാണ്, അല്ലാതെ സോമനസാറിലെ തിരുവിതാംകൂർ രാജകുടുംബം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയൊന്നും ആയിരുന്നില്ല കേട്ടോ ചരിത്രത്തിൽ. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. അതായത് ഇവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങളെ ഭയന്നുകൊണ്ടാണ് ഈ പറയുന്ന തിരുവിതാംകൂറൊക്കെ എന്ത് ചെയ്തത്, ഈ പറയുന്ന ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്. അവർക്ക് അധികാരത്തിൽ തുടരാൻ തന്നെയായിരുന്നു, ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിട്ട് നിലനിന്ന് എന്താണ് അധികാരത്തിൽ തുടരാൻ തന്നെയായിരുന്നു അവർക്ക് താല്പര്യം. പക്ഷെ എന്താണ് കാലഘട്ടത്തിന്റെ മാറ്റത്തിൽ അല്ലെങ്കിൽ ജനകീയ പ്രതിഷേധങ്ങളിൽ എന്താണ് എല്ലാ രാജാക്കന്മാരും എന്ത് ചെയ്യപ്പെട്ടു? കടപുഴകി വീണു. അവരെല്ലാം എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. എന്നാൽ 3 സ്ഥലങ്ങൾ മാത്രം എന്ത് ചെയ്തില്ല? ഈ പറയുന്ന ലയനത്തിൽ എന്ത് ചെയ്തില്ല? പങ്കുചേർന്നില്ല. ആ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവയാണ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. എന്നാൽ പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും എന്ത് ചെയ്തു? ഈ രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു.
അതായത് ഹൈദരാബാദിന് എന്താണ് ഒരു സൈനിക നടപടി അല്ലെങ്കിൽ ഒരു പോലീസ് ആക്ഷനിലൂടെയാണ് എന്ത് ചെയ്തത്, കൂട്ടിച്ചേർത്തത്. ജുനഗഡിലാണെങ്കിൽ എന്താണ്, ജുനഗഡിലാണെങ്കിൽ ജനങ്ങളുടെ ഒരു വോട്ടെടുപ്പ് നടത്തി. അതിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്താണ്, ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, രാജാവിന്, ജുനഗഡിലെ സുൽത്താനി അല്ലെങ്കിൽ അവിടുത്തെ അമീറിന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് താല്പര്യം പാകിസ്ഥാനിൽ പോകുവാനായിരുന്നു. പക്ഷെ ജനങ്ങൾക്ക് എന്തായിരുന്നു താല്പര്യം എന്ന് പറയുന്നത്, അവർക്ക് ഈ പറയുന്ന ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ അവർ എന്ത് ചെയ്തു, ഒരു വോട്ടെടുപ്പ് നടത്തി അവർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറി. കാശ്മീർ നേരെ തിരിച്ചായിരുന്നു. രാജാവിന് ഇന്ത്യൻ യൂണിയനിൽ വരണമെന്നായിരുന്നു, പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാനായിരുന്നു താല്പര്യം കൂടുതൽ. പക്ഷെ ഈ സമയത്ത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു വഴിയിലൂടെ എന്ത് ചെയ്യുന്നു, കാശ്മീർ കീഴടക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. അങ്ങനെ അന്നത്തെ രാജാവായിരുന്ന രഞ്ജിത് സിംഗ് എന്ത് ചെയ്യുന്നു, വല്ലഭായ് പട്ടേലിനെ വിളിപ്പിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അദ്ദേഹം പറയുന്നു സഹായിക്കണം എന്ന് പറയുന്നു. പട്ടേലും ഈ പറഞ്ഞ വി പി മേനോനും പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം, പക്ഷെ നിങ്ങൾ എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സസിഷനിൽ എന്ത് ചെയ്യണം, ഒപ്പുവെക്കണം. അപ്പോ ഇതേ സമയം പാകിസ്ഥാൻ എന്താണ് പിടിച്ചടക്കുവാനായിട്ട് ഈ പറയുന്ന ഒരു വിഭാഗം ആളുകളെ എന്താണ്, പട്ടാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളെ പാകിസ്ഥാനിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവര് പോരുന്ന വഴിക്ക്, അതായത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഹാരി കോളിൻസ് ഒക്കെ എഴുതിയ ഒരു പുസ്തകമാണ്. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കാശ്മീർ ഇന്ത്യയുടെ കയ്യിൽ വരുന്നത് എന്ന് പറയുന്നത്. രസകരമല്ല, ഒരു കഥയല്ല, ഒരു സംഭവമാണ് പറയുന്നത്. അതായത് ഇവരിങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് പാകിസ്ഥാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇവരൊരു കന്യാസ്ത്രീ മഠം കാണുകയും ഈ കന്യാസ്ത്രീ മഠം കൊള്ളയടിച്ച് എന്താണ് അവിടെയുള്ള സ്ത്രീകളെ, കന്യാസ്ത്രീമാരെയൊക്കെ റേപ്പൊക്കെ ചെയ്ത് അവിടെ അന്നത്തെ ദിവസം ഇവരെന്ത് ചെയ്യുന്നു, സ്റ്റേ അടിക്കുന്നു. ഈ വിപ്ലവകാരികൾ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദികൾ, ഈ കാശ്മീർ പിടിച്ചെടുക്കുവാൻ വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നു. പക്ഷെ അതിനു മുമ്പ്, അതായത് ഇവർ പോകുന്നത് ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം പിടിച്ചെടുക്കാനാണ്. ആ തന്ത്രപ്രധാനമായിട്ടുള്ള ആ സ്ഥലം ഇവർ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററിക്ക് പിന്നെ ഒരിക്കലും കാശ്മീരിലേക്ക് കയറാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഈ പോണ വഴിക്ക് എന്ത് പറ്റി, ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഇതേ സമയത്ത് ഇന്ത്യൻ ആർമി എന്ത് ചെയ്തു, ആ സ്ഥലം ഓക്യുപ്പൈ ചെയ്യുകയും കാശ്മീരിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോ സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെയും എന്ത് ചെയ്തു, ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അപ്പൊ നോക്കുക, അപ്പൊ നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ അല്ല. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഇന്നുള്ള എല്ലാ സ്ഥലങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നില്ല. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നെങ്കിലും ഇപ്പോ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഫ്രഞ്ച് കോളനികളായിരുന്നു, പോർച്ചുഗീസ് കോളനികളായിരുന്നു. ഗോവ, ദാമൻ, ദിയു മുതലായവ. നോക്കുക, ഫ്രാൻസിന്റെ ആയിരുന്നത് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇവ 1954 ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. പോർച്ചുഗലിന്റെ കയ്യിലായിരുന്നു എന്ത്, ഗോവ, ദാമൻ, ദിയു എന്നിവ. ഇവ 1961 ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടു. വിഭജനം സിനിമയിൽ, വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഋതിക് ഘട്ടക്കിന്റെ എന്താണ്, മേഘെ ധാക്ക, ഋതിക് ഘട്ടക്കിന്റെ സിനിമയാണ് എന്തെന്ന് പറയുന്നത്, മേഘെ ധാക്കെ ധാര എന്ന് പറയുന്നത്. MS സത്യുവിന്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂക്സിന്റെ എന്താണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ എന്താണ് വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്തമായിട്ടുള്ള സിനിമകളാണ്. ആ സിനിമകളും അതിന്റെ എന്താണ് സംവിധായകരുടെ പേരുകളും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്ത VP മേനോൻ, അദ്ദേഹത്തെ കുറിച്ച് കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം എന്താണ് വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായിട്ട് ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 അദ്ദേഹം എന്ത് ചെയ്തു, ഒറീസയുടെ ഗവർണറായിട്ട് ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്
ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നിവയുടെ കർത്താവാണ് ആരെന്ന് പറയുന്നത്? VP മേനോൻ എന്ന് പറയുന്നത്. അപ്പോ VP മേനോന്റെ രണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ് എന്തെന്ന് പറയുന്നത്? ഒന്ന് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തെരഞ്ഞെടുപ്പും. ഇത് രണ്ടും എന്താണ്? സ്വതന്ത്രാന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. എന്താണ്? ഒന്ന്, ഈ വിവിധങ്ങളായിട്ടുള്ള എന്താണ് ഭൂവിഭാഗങ്ങളെയും വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങളെയും നമ്മൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രാജ്യം ഉണ്ടാക്കി. പക്ഷെ ഈ രാജ്യം നല്ല രീതിയിൽ റൺ ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിന് അതിനനുസരിച്ച് ഒരു ഭരണഘടന വേണം. അതിനനുസരിച്ച് ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഭരണഘടനയുടെ രൂപീകരണവും എന്താണ് ഈ പറഞ്ഞ ആദ്യത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പും ജനാധിപത്യവും, ഇത് രണ്ടും നമ്മൾ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഭരണഘടനയുടെ രൂപീകരണം അത്രക്ക് വലിയ വെല്ലുവിളിയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ അതിനു മുമ്പ് തന്നെ ആ പ്രോസസ്സ് ആരംഭിച്ചിരുന്നു. പക്ഷെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പും ജനാധിപത്യവും, ഇതെന്താണ്? ഇത് ഇന്ത്യ നേരിട്ട, സ്വതന്ത്രാന്തര ഇന്ത്യ നേരിട്ട വലിയ വെല്ലുവിളിയായിരുന്നു. ഇന്ത്യയുടെ രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അധ്യക്ഷനായിക്കൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കാനാക്കി BR അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് എന്ത് ചെയ്തു? രൂപം നൽകി. ഇന്ത്യൻ സ്വതന്ത്ര സമര കാലഘട്ടത്ത് ഉയർന്നു വന്ന ആശയ അഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യ എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ എന്ത് ചെയ്തു? ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. എന്താണ് റിപ്പബ്ലിക് എന്ന് നമ്മൾ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നേരിട്ടോ അല്ലാതെയോ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭരണത്തലവനുള്ള രാജ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. അമേരിക്ക ഒരു റിപ്പബ്ലിക്കാണ്. ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക്കാണ്. ആണോ? ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് ആണോ? അല്ല, ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല. ബ്രിട്ടൻ ജനാധിപത്യ രാജ്യമാണ്, എല്ലാമാണ്. എന്താണ്? പക്ഷേ ബ്രിട്ടനിൽ എന്താണ്? ഭരണത്തലവൻ ഇപ്പോഴും ആരാണ്? കിങ് അല്ലെങ്കിൽ ക്യൂനാണ്. എന്താണ്? കിങ് അല്ലെങ്കിൽ ക്യൂനാണ്. അവിടെ എന്തല്ല? അവിടെ ഒരു ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക് അല്ല, അവിടെ മൊണാർക്കിയാണ്. എന്താണ്? മൊണാർക്കിയാണ്. അപ്പോ സ്വതന്ത്രാന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. എന്താണ്? ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടന അനുസൃതമായി ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 1952 കാലഘട്ടത്തിലായിരുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എന്തായിരുന്നു? വിജയമായിരുന്നു. അപ്പോ ലോകത്ത് ആരും തന്നെ ഇതൊരു എന്ത് ചെയ്തില്ല? ഇന്ത്യയിൽ ജനാധിപത്യം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. കാരണം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒറ്റ രാജ്യമാണെന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മളുടെ രാജ്യം ശരിക്കും ഒറ്റ രാജ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ എന്താണ് ഇന്ത്യക്കാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഇന്ത്യക്കാരാണ്. ആ വിശ്വാസമാണ് ഇതിന്റെ പ്രധാനം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുക, ഓരോ സ്ഥലത്തുള്ള ഇന്ത്യക്കാരും തമ്മിൽ അവരുടെ രൂപത്തിൽ, അവരുടെ സംസാര ഭാഷയിൽ, അവരുടെ കൾച്ചറിൽ, ഭക്ഷണ രീതിയിൽ നമ്മൾ തുല്യരാണോ? അല്ല. നമ്മൾ പല സ്ഥലങ്ങളിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ എന്താണ് നമ്മൾ പല രീതിയിലാണ് നമ്മളുടെ ഈ പറയുന്ന കൾച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ വിഭിന്നമായിട്ട് കിടക്കുന്ന ഒരു രാജ്യത്തെ എന്താണ് ഒരു ഭരണഘടനയിലൂടെ ഒന്നാക്കി ഒരു രാജ്യം രൂപീകരിച്ചു. അവിടെ ജനാധിപത്യം, അതായത് കാലാകാലങ്ങളായിട്ട് ബ്രിട്ടീഷുകാരുടെ അടിമ ഭരണത്തിനും അതിനു മുമ്പ് രാജഭരണത്തിനും കീഴിൽ ജീവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ എന്താണ് ജനാധിപത്യം. അതിനു മുമ്പ് നമ്മൾ ജനാധിപത്യത്തിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ആദ്യമായിട്ട് സ്വയം ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു എന്താണ് ജനാധിപത്യം വരുന്നു. ഇവിടെ എന്താണ് എല്ലാ ജനങ്ങൾക്കും മനുഷ്യനെ എന്താണ് മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്ന ഒരു ജനസമൂഹത്തിനിടക്ക് എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെയും മാറ്റി നിർത്താതെ എന്താണ് പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം നൽകിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുകയാണ് 1951-52 കാലഘട്ടത്ത്.
എന്നാൽ ഇന്ത്യയോടൊപ്പം ആ കാലഘട്ടത്ത് സ്വതന്ത്രം നേടിയിട്ടുള്ള മിക്ക ഏഷ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം ജനാധിപത്യമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ പിന്നീട് അത് തകർന്ന് എന്താണ് പട്ടാള ഭരണത്തിലേക്കും ഏകാധിപത്യ ഭരണത്തിലേക്കും ഒക്കെ എന്താണ് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോ പാകിസ്ഥാൻ തന്നെ അതിലൊരു വലിയൊരു ഉദാഹരണമാണ്. ജനാധിപത്യമൊക്കെ കൊണ്ടുവന്നിട്ട് പാകിസ്ഥാനിൽ എപ്പോഴും പട്ടാള അട്ടിമറികളായിരുന്നു, എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു, ഒരു സ്ഥിരതയില്ലാത്ത ഗവൺമെന്റ് ആയിരുന്നു. ജനാധിപത്യ ഗവൺമെന്റിന് യാതൊരു വിലയും ആ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങൾ എല്ലായിടത്തും ഉണ്ടായപ്പോഴും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് രൂപീകരിച്ച ഇന്ത്യ എന്നുള്ള രാജ്യം ആ ജനാധിപത്യ പ്രക്രിയയിൽ എന്താണ് നമ്മൾ ഒരു വിജയം നേടുകയാണ് ഉണ്ടായത്. അപ്പോ ആ വിജയം എന്ന് പറയുന്നത് എന്താണ്? ആദ്യ തെരഞ്ഞെടുപ്പ് തന്നെ ഇന്ത്യയിൽ എന്തായിരുന്നു? വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ആ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്നും ശക്തമായിട്ട് നിലകൊള്ളുന്നു. ഇനി അടുത്തത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇവിടെ ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിച്ചപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? ഈ നാട്ടുരാജ്യങ്ങൾ എങ്ങനെ സ്റ്റേറ്റുകളായിട്ട് തിരിക്കും? എന്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളായിട്ട് തിരിക്കും? അപ്പോ അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിച്ചിരുന്നത് ഭാഷയല്ലായിരുന്നു ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് പറഞ്ഞത്. ഭരണ സൗകര്യാർത്ഥം സ്റ്റേറ്റ് ആയിട്ട് വിഭജിക്കുക എന്നുള്ള രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഭാഷക്കല്ല പ്രാതിനിധ്യം കൊടുക്കുക, മറിച്ച് എന്താണ്? ഭരണ സൗകര്യാർത്ഥം ഒരു മേഖല ഭരിക്കുവാൻ എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ വിഭജിക്കുമ്പോൾ തമിഴ് ജനത വരും, ചിലപ്പോൾ മലയാളികളും കൂടിയൊക്കെ ഒറ്റ സ്റ്റേറ്റിന്റെ ഭാഗവും ആന്ധ്രാക്കാരും കന്നഡക്കാരും കൂടി എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് മാറും. അങ്ങനെ ഭരണ സൗകര്യത്തിന് എന്താണ് അനുസരിച്ച് വിഭജിക്കുക എന്നുള്ളതായിരുന്നു എന്തെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് അത് പല സമരങ്ങളുടെയും ഭാഗമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുവാനായിട്ട് തുടങ്ങി. അപ്പോ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം എന്താണ്? ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ എന്താണ് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ എന്താണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് ഉയർന്നു വന്നത്. അത് സ്വതന്ത്രത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ 1920 എന്താണ് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ എന്താണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാനായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോ 1920 എന്ത് സമ്മേളനമാണ്? നാഗ്പൂർ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അറിയാമോ ആർക്കെങ്കിലും? നാഗ്പൂർ സമ്മേളനത്തിന്റെ 1920 നടന്ന നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടേൽ അല്ലായിരുന്നു, സി വിജയരാഘവാചാര്യർ ആയിരുന്നു കേട്ടോ. സി വിജയരാഘവാചാര്യർ ആയിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് എന്താണ് കോൺഗ്രസ് കമ്മിറ്റികൾ എന്ത് ചെയ്യണം? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. അപ്പോൾ അന്നു മുതൽ ഭാഷയ്ക്ക് ഒരു പ്രാധാന്യം നൽകിയിരുന്നു. പക്ഷെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റും ഭരണപരമായിട്ടുള്ള സൗകര്യാർത്ഥമാണ് എന്ത് ചെയ്യണം? സ്റ്റേറ്റുകളെ വിഭജിക്കണം എന്നുള്ള രീതിയായിരുന്നു പിന്തുടർന്നത്. എന്നാൽ ഈ ആവശ്യകത, അതായത് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യകത എന്ത് ചെയ്തു? സ്വതന്ത്രത്തിന് ശേഷം വീണ്ടും കൂടുതൽ ശക്തമായി. സ്വതന്ത്രാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ എന്താണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായിട്ട് എന്താണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് എന്ത് ചെയ്തു? സ്വതന്ത്ര സമര സേനാനിയായിട്ടുള്ള പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നുകൊണ്ട് അദ്ദേഹം മരണമടഞ്ഞു. ഇത് എന്ത് ചെയ്തു? ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് എന്ത് ചെയ്തു? ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്ര സംസ്ഥാനമാണ് രൂപീകരിക്കുന്നത്. പിന്നീടാണ് അതിലേക്ക് ഹൈദരാബാദ് ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 56 ആന്ധ്രാപ്രദേശ് ഉണ്ടാവുന്നത്. ആന്ധ്രാപ്രദേശ് കിടക്കുന്ന ശരിക്കും ആന്ധ്ര സംസ്ഥാനമാണ് ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം ആന്ധ്ര എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചപ്പോ
എന്താണ് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും എന്താണ് ഈ ആവശ്യകത എന്ത് ചെയ്തു, ഉയർന്നു വരുവാനായിട്ട് തുടങ്ങി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യുന്നു, പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ചെയർമാൻ ആയിരുന്നു ആരാ, ഫസൽ അലി എന്ന് പറയുന്നത്. ഫസൽ അലി. ഇതിൽ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾ എന്ന് പറയുന്നത് HN ഗുൻസ്രു ആണ്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് മലയാളി ആയിട്ടുള്ള KM പണിക്കരാണ്. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിലവിൽ വന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ എന്താണ് 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് അതൊരു തെറ്റാവുന്ന സ്റ്റേറ്റ്മെന്റ് ആവുന്നത്? ഈ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്, ഈ പുസ്തകം എന്ന് പറയുന്നത് ഇതുവരെ പരിഷ്കരിക്കാത്ത ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു 2014 ആണെന്നുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ SCRT സിലബസ് പരിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇതിന്റെ അകത്ത് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 29 സ്റ്റേറ്റും 6 കേന്ദ്രഭരണ പ്രദേശം എന്ന് ഈ ബുക്കിൽ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നിലവിൽ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ആണുള്ളത്? നിലവിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. നമ്മൾ ഒരു സംസ്ഥാനത്തെ വിഭജിച്ചുകൊണ്ട് എന്താക്കി, 29 ഉണ്ടായതിൽ ജമ്മു കാശ്മീരിൽ നമ്മൾ വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അതുകൊണ്ടാണ് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണെന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. അത് നമ്മൾ പറഞ്ഞാണല്ലോ. ലോകത്തന്ന് നിലവിൽ നിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായിട്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥ, അതായത് മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് വേഗത്തിൽ വായിച്ചുകൊണ്ട് പോകുന്നത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികൾ പലതും സ്വാതന്ത്ര്യാനന്തര സമരകാലത്ത് കോൺഗ്രസ് സമ്മേളനം ചർച്ച ചെയ്തവയായിരുന്നു. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണവുമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ചരിത്രം നമുക്ക് വേണ്ട. സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് സാമ്പത്തിക ആസൂത്രണ പരിപാടികൾ എന്ത് ചെയ്തു, ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ എന്താണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. സാമ്പത്തിക പുരോഗതിക്കായിട്ട് ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ എന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ എന്താണ്, വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകുവാൻ ഇന്ത്യയെ സഹായിച്ചു. കാർഷിക വ്യവസായ മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ ഉൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും എന്ത് ചെയ്തു, ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്കായിട്ട് എന്താണ് വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ ഇന്ത്യ എന്താണ് വിവിധ ഭാഗങ്ങളിൽ എന്താണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. ഭിലായി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി. ഭിലായി എവിടെയാണ്? ഭിലായ് ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെയാണ്? ഛത്തീസ്ഗഡ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡ്. റൂർക്കേല ജർമ്മനി. റൂർക്കേല എവിടെയാണ്? റൂർക്കേല ഒഡീഷ. ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ, ബ്രിട്ടൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് എന്താണ് വേഗം വായിച്ചു പോവുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ എന്താണ് പ്രധാന പങ്ക് വഹിച്ചു. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതോർജവും ഇന്ത്യയിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യയിൽ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദി പദ്ധതിയായിട്ടുള്ള ബക്രാനങ്കൽ പദ്ധതി എന്താണ്, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടുകൂടി എന്താണ് ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണവും ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനവും
തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ എന്താണ് ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചു. 1990-കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്താണ് പ്രകടമായിട്ടുള്ള വ്യതിയാനമുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം എന്താണ് സ്വകാര്യ മേഖലയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകി. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് വെറുതെ വായിച്ചു പോകുന്നത്. ഇവിടെ ഒരു ഇത് കൂടിയുണ്ട്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസർലാൽ നന്ദ വൈസ് ചെയർമാനുമായി ഇരുന്നു. TD കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ എന്തായിരുന്നു ഇതിലെ അംഗങ്ങളായിരുന്നു. പേരുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോ എന്താണ് ഇതോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോ ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.